ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നാരങ്ങാ വിളക്ക് നമ്മളെല്ലാവരും തെളിയിക്കാറുണ്ട് ഇല്ലേ? നമ്മൾ ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ ആറ്റുകാൽ ദേവീ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ എന്നും അവിടെ നാരങ്ങാ വിളക്ക് ഭക്തജനങ്ങൾ തെളിയിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ നാരങ്ങാ വിളക്ക് നമ്മൾ എന്തിനാണ് തെളിയിക്കുന്നത്? എപ്പോൾ വേണം അത് തെളിയിക്കാൻ? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാരങ്ങാ വിളക്ക് നമ്മൾ തെളിയിക്കേണ്ടത് രാഹുകാല സമയത്താണ്. ഒരു നാരങ്ങ രണ്ടായി മുറിച്ച് അതിലാണ് നമ്മൾ നാരങ്ങാ വിളക്ക് തെളിയിക്കുന്നത്. അതിൽ എള്ളെണ്ണ ഉപയോഗിച്ച് തെളിയിക്കാം, അതല്ലെങ്കിൽ നെയ്യ് ഉപയോഗിച്ച് തെളിയിക്കാം. ഒറ്റ സംഖ്യാക്രമത്തിൽ വേണം നാരങ്ങ എടുക്കാനായിട്ട്. ഒരു നാരങ്ങ ആയാലും മതി, പക്ഷെ ഒറ്റ സംഖ്യാക്രമത്തിൽ നാരങ്ങ എടുക്കുക, അത് രണ്ടായി മുറിക്കുക, എന്നിട്ട് തെളിയിക്കുക. പ്രധാനമായിട്ടും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നാരങ്ങാ വിളക്ക് തെളിയിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. ആറ്റുകാൽ ദിവസവുമുണ്ട്. അത് മഹാക്ഷേത്രമായതുകൊണ്ട് അവിടെ ഏത് സമയത്തും നമുക്ക് ഭഗവതിയുടെ നട തുറന്നിരിക്കുന്ന ഏത് സമയത്തും നമുക്ക് തെളിയിക്കാവുന്നതാണ്. കാരണം അത് മഹാക്ഷേത്രമാണ്. അവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു സമയക്രമം ഒന്നും തന്നെ ഇല്ല. പക്ഷേ നാരങ്ങാ വിളക്ക് അതല്ലാതെ നമ്മളൊരു ദോഷപരിഹാരത്തിനായിട്ട് നമുക്ക് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ടുള്ള സമയം എന്ന് പറയുന്നത് രാഹുകാല സമയമാണ്. ആ രാഹുകാലത്തിൽ ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും നമുക്ക് നാരങ്ങാ വിളക്ക് തെളിയിക്കാം. നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് ഭഗവതിക്ക് നാരങ്ങാ വിളക്ക് നമുക്ക് തെളിയിക്കാം. പക്ഷേ ഒരു കാരണവശാലും അശുദ്ധി നമ്മുടെ വീട്ടിൽ ഉള്ള സമയത്ത് തെളിയിക്കാൻ പാടില്ല. നമ്മുടെ മക്കൾക്കൊക്കെ ഇപ്പം പീരീഡ്സാണ്, നമുക്ക് പീരീഡ്സ് ഇല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ പോലും വീട്ടിൽ വെച്ചിട്ട് നമ്മൾ നാരങ്ങാ വിളക്ക് തെളിയിക്കരുത്. പൂർണ്ണമായ ശുദ്ധി, ഒട്ടും തന്നെ ഒരു ദോഷവും ഇല്ല, നമ്മുടെ വീട്ടിൽ ഒരു അഴുക്കുമില്ല, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല എന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നാരങ്ങാദീപം തെളിയിക്കാം. അതും രാഹുകാല സമയത്ത് നാരങ്ങാദീപം തെളിയിച്ചിട്ട് ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുന്നത് അങ്ങേയറ്റം ഫലപ്രദമാണ്. ഏറ്റവും കൂടുതൽ നാരങ്ങാ വിളക്ക് തെളിയിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന ഭഗവതിയുടെ രൂപം എന്ന് പറയുന്നത് ഭദ്രകാളി രൂപം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു ദോഷം നമ്മൾ അത് ഭഗവതിയോട് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ നാരങ്ങാദീപം തെളിയിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അമ്മ മഹാമായയുടെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. അതുപോലെ തന്നെ ഈ രാഹു ദശാകാലം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും ദുരിതകാലമാണ്. നമ്മൾ വിചാരിക്കും കണ്ടകശനി, ഏഴരശനി, ഇതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് പറയുന്നത്. അയ്യോ കണ്ടകശനിയാണ്, അത് കൊണ്ടേ പോകൂ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. പക്ഷേ അതിനെക്കാട്ടിലൊക്കെ അങ്ങേയറ്റം ദുരിതകാലമാണ് ഈ രാഹു ദശാകാലം. അത് ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ നശിപ്പിക്കാമോ അങ്ങനെയൊക്കെ ഈ കാലത്തിൽ ആ മനുഷ്യനെ നശിപ്പിക്കും. മനുഷ്യന് നേർബുദ്ധി ഉണ്ടാവുകയില്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ തെറ്റിപ്പോകും, എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റും. ശരിക്കും പറഞ്ഞാൽ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ വരെ നമുക്കുണ്ടാകും. മാനസികമായിട്ട് നമുക്ക് ആകെ നമ്മൾ തകർന്നു പോകുന്ന അവസ്ഥയുണ്ടാകും. ഭ്രാന്ത്, അപസ്മാരം, അതുപോലെ തന്നെ കോടതി കേസ്, വഴക്ക്, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രശ്നങ്ങൾ നമ്മൾ ഈ രാഹു ദശാകാലത്തിൽ ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ടതായിട്ട് വരും. അത്രയ്ക്ക് ഒരു ദോഷകാലമാണ്. പിന്നെ ചിലർക്കൊക്കെ അവരുടെ മറ്റു ഗ്രഹസ്ഥിതികളൊക്കെ വെച്ച് നോക്കിയിട്ട് അത്രയും ദുരിതം ചിലരൊന്നും അനുഭവിക്കത്തില്ല. ചിലരൊക്കെ അങ്ങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതം ഇങ്ങനെ നശിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അത്ര ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ നമ്മൾ പറയത്തില്ലേ അവൻ്റെ ഒരു കുറേ കാലം, ചില മനുഷ്യർക്ക് ഇങ്ങനെ കുറേ കാലം ഇങ്ങനെ അവരെന്തെങ്കിലും ഒരു കേസിൽപ്പെട്ട് അതല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളിലൊക്കെ പെട്ട് ഇങ്ങനെ കുറേ കാലം നമ്മളിങ്ങനെ അനുഭവിക്കുമല്ലോ. അതൊക്കെ മിക്കപ്പോഴും ഈ രാഹു ദശാകാലത്തിലാണ്. അത്രത്തോളം ദുരിതകാലമാണ് ഈ രാഹുർദശാകാലം എന്ന് പറഞ്ഞാൽ. അതിങ്ങനെ ഒരു പാമ്പെഴയുന്നത് പോലെയാണെന്ന് പറയും. അതായത് പാമ്പെഴയുന്നത് എങ്ങനെയാണ്? ഒന്ന് വളഞ്ഞ് പിന്നൊന്ന് നിവർന്ന് പിന്നൊന്ന് വളഞ്ഞ്, അതായത് നമുക്ക് തോന്നും ഒരല്പം ആശ്വാസം എന്ന് തോന്നുമ്പോൾ അടുത്ത പ്രശ്നം കയറി വരും.
ഇങ്ങനെ നമ്മളെ അങ്ങ് നശിപ്പിക്കുന്ന ഒരു കാലമാണ് രാഹുർ ദശാകാലം. അതുപോലെ തന്നെ അത്രയും ദോഷമില്ലെങ്കിലും ഈ കേതുർ ദശാകാലവും ഒരു അത്ര നല്ല ഒരു ദശാകാലമല്ല. അങ്ങനെ ഈ കേതുർ ദശാകാലത്തിലുള്ള ആളുകളും അതുപോലെ തന്നെ രാഹുർ ദശാകാലത്തിലുള്ള ആളുകളും തന്നെ നിർബന്ധമായും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും നാരങ്ങാ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് അല്പം ഒരു ശാന്തതയും സമാധാനവുമൊക്കെ ഉണ്ടാകുന്നതിനായിട്ട് ഏറ്റവും ഉത്തമമാണ്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടുന്നത് ഏത് കാലത്താണെങ്കിൽ പോലും ഭഗവാനോട് ഭഗവതിയോടും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആപത്ത് വരുത്തല്ലേ എന്നല്ല. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ പല പല ആപത്തുകളും സംഭവിക്കുക തന്നെ ചെയ്യും. അത് ചിലപ്പോൾ വലിയ ആപത്തുകളായിരിക്കത്തില്ല. ചിലതെന്ത് ചെയ്യും, കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടങ്ങും മാറും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സുഖവും ദുഃഖവും പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്നത് എന്താണ്? അതൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് പോകുവാനുള്ള ഒരു മാനസികമായ കരുത്ത് നമുക്ക് നൽകണമേ എന്നുള്ളതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയായിരിക്കണം. പലപ്പോഴും അതാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്, നമ്മളെ ദുരിതപൂർണമാക്കുന്നതും നല്ലതാക്കുന്നതും. എന്തുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്? കാരണം ചില സമയങ്ങളിൽ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ത് ചെയ്യും? തെറ്റിപ്പോകുന്ന ആ തീരുമാനങ്ങളിലൂടെ നമ്മുടെ ജീവിതം വലിയ ഒരു ആപത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിലപ്പോൾ പിന്നീട് നമുക്കതിനകത്തൊന്ന് കരകയറാൻ പോലും പറ്റില്ല. ഒരു വിവാഹ കാര്യമാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെന്ന് വെച്ചു, കുറച്ച് കാലം കഴിയുമ്പം നിങ്ങൾക്ക് ആ എടുത്ത തീരുമാനം തെറ്റായിപ്പോയി എന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അതിനകത്തുനിന്ന് പുറത്തു വരാൻ പറ്റുമായിരിക്കാം. പക്ഷെ പുറത്തു വന്നാലും നമ്മളെടുത്ത ആ തീരുമാനത്തിൻ്റെ ബാക്കി പത്രങ്ങൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മളെ എന്ത് ചെയ്യും? വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഒരു ലോൺ എടുക്കുന്ന കാര്യമായിരിക്കും, ചിലപ്പോൾ മക്കളുടെ വിവാഹ കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകുന്ന കാര്യമായിരിക്കും. എന്തും ആയിക്കോട്ടെ, ആ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ശരിയാകണം. അതുകൊണ്ട് നല്ല ബുദ്ധി നൽകണമേ എന്ന് ഭഗവാനോട് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും പ്രാർത്ഥിക്കണം. നമ്മുടെ ബുദ്ധിക്ക് തെളിമയുണ്ടാകണം, നേർബുദ്ധി തരണം, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാകണം. ഇങ്ങനെയൊക്കെ നമ്മൾ കൃത്യമായി ഭഗവാനോട് പ്രാർത്ഥിക്കണം. നമ്മൾ ആലോചിക്കും, നമുക്ക് മാത്രമല്ലേ ഉള്ളൂ എന്നും ഈ പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ. പണമുള്ള ആളുകൾക്കൊന്നും ഇത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഈ അംബാനിക്കും അദാനിക്കും ഒന്നും എന്തുകൊണ്ടാണ് കണ്ടകശനിയും ഏഴരശനിയും ഒന്നും ഇല്ലാത്തത്? നമുക്കാണല്ലോ ഇതെല്ലാം ഉള്ളത്. അവർക്കൊന്നും അപ്പം രാഹുർ ദശാകാലമൊന്നും ഇല്ലേ? ഇങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ചിന്തിക്കും. അവർക്കും ഒക്കെയുണ്ട്. പക്ഷേ അവർക്ക് ശരിയായ രീതിയിൽ ചിന്തിക്കുന്നതിനുള്ള ബോധമുണ്ട്. നമുക്ക് പലപ്പോഴും അതില്ല. അതാണ് പ്രശ്നം. അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം അവർക്കുണ്ട്. നാളെ ഒരു പ്രശ്നമുണ്ടാകും എന്നുള്ള ബോധം അവർക്കുണ്ട്. ആ ബോധം അനുസരിച്ചിട്ട് ഇന്നേ അതിനു വേണ്ട തയ്യാറെടുപ്പുകൾ എടുക്കുന്നതിനായിട്ടുള്ള ബുദ്ധി ഭഗവാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊന്നും അംബാനി ആകാഞ്ഞത്. അല്ലെങ്കിൽ നമ്മളുമൊക്കെ എന്തായി മാറിയേനെ? ഒരു കുഞ്ഞ് അംബാനിയെങ്കിലും ആയി മാറിയത്. നമുക്കതില്ലാത്ത എന്തുകൊണ്ടാണ്? ഈ ബുദ്ധിയുടെ കുറവാണ്. നമ്മളെടുക്കുന്ന കാര്യങ്ങളെല്ലാം തെറ്റിപ്പോകും. പണമില്ല എന്ന് നിരന്തരം നമ്മൾ എന്ത് ചെയ്യും? വിഷമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ കിട്ടുന്ന പണം മുഴുവൻ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ചിലവാക്കി തീർത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മാസം നിങ്ങൾക്ക് എത്ര രൂപ ചിലവുണ്ടെന്ന്. അത്രയും രൂപ നിങ്ങളുടെ കയ്യിൽ വരുന്നത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ചിലവാക്കാൻ പറ്റുന്നത്. പക്ഷേ 10 രൂപ നിങ്ങൾക്ക് അത് മാറ്റി വെക്കുന്നതിനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? നമുക്കൊരു ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ഇല്ല. നിങ്ങൾക്കൊരു 10,000 രൂപ വരുമാനമുണ്ടെന്ന് കരുതുക. നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് 8,000 രൂപ വരുമാനമേ ഉള്ളൂ എന്ന് മനസ്സ് വിചാരിക്കുക. എന്നിട്ട് ഈ 8,000-ന് നിങ്ങൾ നിങ്ങളുടെ ചിലവുകൾ എന്ത് ചെയ്യുക? കണക്കാക്കുക. ആ 2,000 രൂപ മാറ്റി വെക്കുക. നിങ്ങൾക്ക് 12,000 രൂപയുടെ ചിലവ് വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ 15,000 രൂപയ്ക്ക് ജോലി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ ഒരു ടാർഗറ്റ് ഇട്ടിട്ട് ജോലി ചെയ്യുക. മാസം ഞാൻ ഇത്ര രൂപ മാറ്റി വെക്കും എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളൊരു ദൃഢനിശ്ചയം എടുക്കുക. അത്രയേ ഉള്ളൂ എൻ്റെ കയ്യിൽ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ചിലവാക്കും. നിങ്ങൾക്ക് 10,000 കിട്ടുന്നുണ്ടെങ്കിൽ ആ 10,000വും നിങ്ങൾ എന്ത് ചെയ്യും? ചിലവാക്കും. നിങ്ങളുടെ മനസ്സ് പറയുക, എനിക്ക് 8,000 രൂപയേ വരുമാനമുള്ളൂ. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ തുകയെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് മിച്ചം പിടിക്കാനായിട്ട്
പറ്റും. പലപ്പോഴും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഒരു ഗവൺമെൻറ് ജോലിക്കാരൻ, ഒരു LD ക്ലർക്കിന് അയാൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടാവുന്ന പരമാവധി ശമ്പളം, ജോലിക്ക് കയറി കഴിയുമ്പോൾ അയാൾക്ക് കിട്ടുന്ന പരമാവധി ശമ്പളം 20 മുതൽ 25,000 രൂപ വരെ ശമ്പളമാണ് അല്ലേ? അത്രയാണ് കിട്ടുന്നത്. പക്ഷേ ഈ ഗവൺമെൻറ് ജോലി, ഒരു LD ക്ലർക്കായിട്ട് ജോലിക്ക് കയറിയ ഒരാളോട് നമ്മൾ അയാളുടെ റേഷൻ കാർഡ് എന്തായി മാറും? വെള്ള റേഷൻ കാർഡായി മാറും. സമൂഹത്തിന് മുമ്പിൽ അയാൾ എന്തായി മാറും? ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായി മാറും. ഇയാളുടെ വരുമാനം ഇത്രയേ ഉള്ളൂ. ഇയാൾക്ക് ദിവസവും വണ്ടിക്കൂലി വേണം. ഇപ്പോൾ ബസ്സിനാണ് പോകുന്നതെങ്കിൽ ബസ് ചാർജ് വേണം, ട്രെയിനാണെങ്കിൽ അത് വേണം, അതല്ല സ്വന്തം വണ്ടിയാണെങ്കിൽ പെട്രോൾ അടിക്കാൻ വേണം. ഒരു ആനുകൂല്യവുമില്ല. റേഷൻ കാർഡ് പെട്ടെന്ന് തന്നെ വെള്ള റേഷൻ കാർഡായിട്ട് മാറി. പിരിവുകാർ വരുമ്പം ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് അതിനനുസരിച്ചിട്ടുള്ള പിരിവ് കൊടുക്കണം. ഫാമിലി സ്റ്റാറ്റസ് മാറുന്നു. നമ്മൾ എന്നും രാവിലെ ജോലിക്ക് പോകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വേഷവിധാനങ്ങൾ വേണം. ചിലവ് വർദ്ധിക്കുന്നു. പക്ഷേ ഒരു വീട്ടിൽ ഒരു അച്ഛനും ഒരു അമ്മയുമുണ്ട്. 2 പേരും ഒരു ജോലിക്ക് പോകുന്നെന്ന് കരുതുക. എന്തെങ്കിലും കൂലിപ്പണി, അതല്ലെങ്കിൽ വീടുകളിൽ ജോലിക്ക് പോകുന്നു, അങ്ങനെ വിചാരിക്കുക. ഇന്നത്തെ കാലത്ത് ഒരു വീട്ടു ജോലിക്ക് പോകുന്ന ഒരാൾക്ക് എത്ര രൂപ ശമ്പളം കിട്ടും? 10 മുതൽ 15 രൂപ വരെ ശമ്പളം അവരുണ്ടാക്കും. ഒരു 10,000 രൂപ ശമ്പളം കിട്ടുന്നുണ്ട് എന്ന് വെക്കുക ഒരാൾക്ക്. അവിടുത്തെ ഒരു ചേച്ചിക്ക് 10,000 രൂപ അവർ ശമ്പളം ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കുക. അവർക്ക് പോകാനുള്ള വണ്ടിക്കൂലി ആ വീട്ടിൽ നിന്ന് മിക്കവാറും കൊടുക്കും, ആഹാരവും കിട്ടും. പിന്നെ ആ ചേച്ചിയുടെ ഭർത്താവ് ഒരു കൂലി വേലയ്ക്ക് പോകുന്ന ഒരാളാണെന്ന് കരുതുക. ഇന്നത്തെ കാലത്ത് 1000 രൂപയാണ് മിനിമം കൂലി. അയാൾ ഒരു 25 ദിവസം പോട്ടെ, ഒരു 20 ദിവസം അയാൾ 1000 രൂപ വെച്ച് ജോലി ചെയ്ത് കഴിഞ്ഞാൽ 20,000 രൂപ അയാൾക്ക് വരുമാനമുണ്ട്. ആ ചേച്ചിക്ക് 10,000 രൂപ വരുമാനമുണ്ട്. 20ഉം 10ഉം 30,000 രൂപ ആ വീട്ടിൽ വരുമാനമുണ്ട്. അവരുടെ റേഷൻ കാർഡ് എന്താണ്? മഞ്ഞയോ ചിലപ്പോൾ പിങ്കോ റേഷൻ കാർഡായിരിക്കും അല്ലേ? അവർക്ക് മറ്റാനുകൂല്യങ്ങളെല്ലാം തന്നെ ഗവൺമെൻറ്റിൽ നിന്നും കിട്ടും. അവരുടെ കുഞ്ഞുങ്ങളൊക്കെ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യുകയാണ്? ഫീസ് കൊടുക്കാതെ പഠിക്കുന്നതായിരിക്കും. മറ്റേത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥയുടെ മക്കളാണ്. അവരെ ചിലപ്പം അവരെന്ത് ചെയ്യും? അവരുടെ സ്റ്റാറ്റസിനനുസരിച്ചിട്ട് പ്രൈവറ്റ് സ്കൂളുകളിൽ വിട്ട് വലിയ ഫീസ് കൊടുക്കുന്നവരായിരിക്കും. ഇവർ ചിലപ്പോൾ എന്ത് ചെയ്യും? അവരുടെ കുഞ്ഞുങ്ങളെ ഗവൺമെൻറ് സ്കൂളിലായിരിക്കും വിട്ടിരിക്കുന്നത്. അവരുടെ അടുത്ത് വന്നിട്ട് 500 രൂപ പിരിവ് ചോദിക്കുന്നവർ ഈ പാവങ്ങളുടെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യും? 100 രൂപയെ ചോദിക്കത്തുള്ളൂ. പക്ഷേ ആ ഗവൺമെൻറ് ജോലി കിട്ടിയ ആളുടെ അടുത്ത് അവരെന്ത് ചെയ്യും? മേഡത്തിന് ജോലി കിട്ടിയില്ലേ, അതുകൊണ്ട് 1000 തരണം എന്ന് പറയും. പക്ഷേ ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥയ്ക്ക് ഒരു RD എങ്കിലും അവർ ആ 25,000 രൂപ ശമ്പളത്തിൽ നിന്നും ഒരു RD എങ്കിലും, ഒരു 1000 രൂപയുടെ RD എങ്കിലും അവർ ചേരും. ഈ 30,000 കിട്ടുന്ന ആൾ, ആ വീട്, അവരുടെ മക്കളൊക്കെ ഇച്ചിരി വലുതാണെങ്കിൽ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലിക്കൊക്കെ പോയി അവർക്കും വരുമാനം കാണും. പക്ഷേ ഒരു 10 രൂപയുടെ ഒരു സമ്പാദ്യം പോലും ഈ ജോലിക്ക് പോകുന്ന ഈ ചേച്ചിക്കോ ഈ ചേട്ടനോ കാണത്തില്ല. അവരെന്ത് ചെയ്യും? അന്നന്ന് കിട്ടുന്ന കാശ് അന്നന്ന് ചിലവാക്കി വളരെ സുഭിക്ഷമായി ജീവിക്കും. കുറേ മീൻ മേടിക്കും, കുറേ കപ്പ മേടിക്കും, അതല്ലെങ്കിൽ ഇറച്ചി മേടിക്കും. മദ്യപാന ശീലം ഉണ്ടെങ്കിൽ 500 രൂപയെങ്കിലും വേണം ഇപ്പം മദ്യപിക്കാനില്ലേ, അത് ചെയ്യും. അവർ സുഖമായി ജീവിക്കും. 10 രൂപയുടെ സമ്പാദ്യം അവർക്ക് കാണത്തില്ല. എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പം നാട്ടുകാർ മുഴുവൻ പിരിവിട്ട് അവർക്ക് കൊടുക്കണം. പക്ഷേ 25,000 രൂപ ഗവൺമെൻറ് ജോലി ചെയ്യുന്ന ആൾ സമൂഹത്തിന് മുമ്പിൽ എന്താണ്? പണക്കാരിയാണ്. അവർക്ക് പിന്നെ എന്തെങ്കിലും ഒരു സേവിങ്സ് അവരുടെ കയ്യിൽ കാണും. എന്തുകൊണ്ടാണ് ആ വ്യത്യാസം? സാമ്പത്തിക സുരക്ഷിതത്വം ഇല്ലാത്തത് കൊണ്ടാണ്. എങ്ങനെ അതുണ്ടാക്കണമെന്നുള്ള അറിവ് അവർക്കില്ലാത്തത് കൊണ്ടാണ്. അതാണ് നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ടുന്നത്. ശരിയായ ബുദ്ധിയും ബോധവും നമുക്ക് നൽകണമേ എന്ന്. ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പം തെറ്റിപ്പോകരുതേ എന്ന്. അതാണ് ഏറ്റവും പ്രധാനം. തെറ്റായ തീരുമാനങ്ങളെടുത്ത് ജീവിതകാലം മുഴുവൻ ദുഃഖിച്ചു കഴിയുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് വളരെ ചിന്തിച്ച് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത്. അതിനുള്ള ബുദ്ധിയും ബോധവും നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? നിരന്തരമായ നാമജപത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നിരന്തരം നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. നാരങ്ങാദീപം ഭദ്രകാളിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ ബോധം തെളിയുന്നതിന് അങ്ങേയറ്റം ഉത്തമമാണ്. ഈ രാഹുർ ദോഷവും കേതുർ ദോഷവും ഒക്കെ മാറ്റുന്നതിനായിട്ട് അങ്ങേയറ്റം ഉത്തമമാണ്. അത് രാഹുകാല സമയത്ത് തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ അത് അങ്ങേയറ്റം
ഉത്തമമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കൊള്ളുക. വൈശാഖ മാസത്തിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും വൈശാഖ മാസത്തിൽ ഭാഗവതം മാധവത്തിൻ്റെ കൂടെ കേൾക്കണം. അതുപോലെ വ്രതം എടുത്ത് ഇരിക്കാൻ സാധിക്കുന്നവരൊക്കെ തന്നെ വ്രതമെടുത്ത് ഇരിക്കണം. എല്ലാവരും നിരന്തരം നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. ബുദ്ധി തെളിഞ്ഞ് നല്ല ഒരു ബോധം നമുക്കുണ്ടാക്കി തരുന്നതിനായിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. ഹരേ കൃഷ്ണ.